എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്, നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. ഇന്ന് നമ്മുടെ റിസപ്ഷന് വേണ്ടിയിട്ടുള്ള ഓർണമെൻറ്റ്സും പിന്നെ ഫുഡ് വെയറും ഒക്കെ നോക്കാൻ പോവാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ നെയ്യാറ്റിങ്ങരയിലുള്ള DK പ്രസ്സിലോട്ടാണ് നമ്മൾ ആദ്യം പോയത്. നമ്മുടെ രണ്ടുപേരുടെയും കല്യാണ ലെറ്റർ അവിടെയാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ലെറ്ററിൻ്റെ കവറിലുള്ള ഡിസൈൻ, അതായത് ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ വരുന്ന ഡിസൈൻ ഇങ്ങനെ തന്നെ മതിയോ, ഇതിൻ്റെ എന്തൊക്കെ കളർ എന്തൊക്കെ കൊടുക്കണം എന്നുള്ള ഡിസ്കഷനിലായിരുന്നു. പിന്നെ ഇതായിരുന്നു എൻ്റെ ലെറ്റർ, അതിൻ്റെ മോഡൽ ഇതായിരുന്നു. ഏട്ടൻ ആദ്യം സെലക്ട് ചെയ്ത ലെറ്റർ ഇതായിരുന്നു, പിന്നീട് നമ്മളിത് മാറ്റി. അപ്പോൾ മെയിനായിട്ടും എനിക്ക് കല്യാണ ദിവസം ഇടേണ്ട ഫുഡ് വെയർ വാങ്ങാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് പൂജപ്പുരയിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ജയിലിലുള്ള അവർ തടവുകാരുണ്ടാക്കത്തില്ലേ, ആ ഫുഡാണ് നമ്മൾ കഴിച്ചത്. ഭയങ്കര ടേസ്റ്റായിരുന്നു ഏട്ടൻ, ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഞാനപ്പോൾ ഏട്ടൻ ഇടിയപ്പവും ബീഫും ആണെന്ന് തോന്നുന്നു നമ്മൾ കഴിച്ചത്. ഭയങ്കര ടേസ്റ്റായിരുന്നു, ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഏട്ടൻ ഇതിന് മുന്നേ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളവിടെ കയറിയത്. അപ്പോൾ അതിൻ്റെ പുറത്ത് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഒരു ഫുഡ് ട്രക്ക് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതല്ല അവിടെ ഉണ്ടായിരുന്നു. ഫുഡ് വെയർ വാങ്ങിക്കാൻ സിൽക്കോൺ ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ സിൽക്കോൺ എങ്ങനെയൊക്കെ പരതി നോക്കിയിട്ട് ഞങ്ങൾക്ക് കിട്ടിയതില്ല. വേറെ ഏതൊക്കെയോ വഴിയിലാണ് ഞങ്ങൾ എത്തിയത്. അങ്ങനെ അവിടെ നിന്ന് പിന്നെ മോച്ചിയിലോട്ട് വന്ന് പട്ടത്ത്, അവിടെ നിന്നാണ് രണ്ടെണ്ണം എനിക്ക് ഇട്ട് നോക്കിയപ്പം ഒരെണ്ണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ ചെരുപ്പാണ് ഞങ്ങൾ അവസാനം വാങ്ങിയത്. അതായിരുന്നു അമൻ. പുള്ളി ഭയങ്കര നല്ല കസ്റ്റമർ സർവീസായിരുന്നു. നമ്മൾ ചെരുപ്പ് വാങ്ങിയതിന് ശേഷം ഇങ്ങനെ ഇത് ഷൂസൊക്കെ വെളുപ്പിക്കുന്നൊരു സൂത്രം ഉണ്ടെന്ന് പറഞ്ഞ് പുള്ളി നമുക്കത് ചെയ്തു തരുവാണ്. അങ്ങനെ പിന്നെ ഏട്ടൻ്റെ ഷൂസൊക്കെ കൊടുത്ത് നല്ല വെളുത്ത് കുട്ടപ്പനാക്കി എടുപ്പിച്ചു. പക്ഷെ നമ്മളത് വാങ്ങിയില്ല, പക്ഷേ പുള്ളി നമുക്കത് സെറ്റാക്കി തന്നു. അതിനുശേഷം കലാപരിപാടികളാണ്. നമ്മൾ ഈ മിറർ കാണുമ്പോൾ സാധാരണ എനിക്കുണ്ടാകുന്ന സാധാരണ കുഴപ്പങ്ങൾ. ഹായ് പറ, ഹായ് പറ. ഹായ്. ഇനി നീ ഡോർ എടുത്ത് എനിക്കുള്ള കണ്ടന്റ് ഇവൻ തരും കേട്ടോ. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി സാഫല്യം കോംപ്ലക്സ് വന്നു പാളയത്ത്. അവിടെ നമുക്ക് ഏന്ത്രികയിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചത്. അതായത് നമ്മുടെ പോസ്റ്റ് വെഡ്ഡിങ്ങിന് റിസപ്ഷൻ ഇടാനുള്ള ഓർണമെൻറ്റ്സ് നമുക്ക് വേണമായിരുന്നു. നമ്മളിപ്പോൾ റെൻ്റൽ ഷോപ്പിൽ പോകാൻ പോവാം. അങ്ങനെ ഏന്ത്രിക എത്തി. അകത്ത് നമ്മൾ കളക്ഷൻസൊക്കെ കണ്ടു. അങ്ങനെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് നമ്മുടെ ഏന്ത്രികയിൽ നിന്ന് നമുക്ക് റെൻ്റൽസ് കിട്ടിയില്ല. പിന്നെ ആ വിഷമത്തിൽ നമ്മളൊരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഏട്ടൻ വേറൊരു ആവശ്യമായിട്ട് പോയി. ഞാൻ പിന്നെ ബസ്സിലാണ് പോയത്. അങ്ങനെ വീട്ടിലെത്താറായപ്പോൾ നമുക്ക് വൈകുന്നേരം ആയപ്പോൾ ആദർശ് പിന്നെ നമ്മുടെ ലെറ്ററൊക്കെ കൊണ്ട് തന്നായിരുന്നു അവിടെ നിന്ന് എടുത്തിട്ട്. അങ്ങനെ അമ്മ അത് പൊളിക്കുന്ന തത്രപ്പാടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പൊളിച്ചു വന്നപ്പോൾ മേളിൽ ലെറ്ററും താഴെ കവറുമായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിരുന്നത്. പിന്നെ ഞാൻ ഇരിപ്പിൽ തന്നെ ഞാൻ ആ ഒരു അർമാദത്തിൽ ഞാനതിങ്ങനെ ഓരോ ലെറ്ററും ഇങ്ങനെ കവറിനകത്ത് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ആഹാ, എന്താ സന്തോഷം, പോസ് ചെയ്യുന്ന കണ്ടില്ലേ. അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേയൊക്കെ അമ്മ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോ സമയം കഴിയുന്നതോറും ലെറ്റർ കുറഞ്ഞു വന്നു. അവസാനം ഞാൻ ഉറക്കം തൂങ്ങി അവസാനം ലെറ്റർ വരെയും കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, ബൈ.